ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എച്ച് ഒഫീഷ്യൽ പ്ലേസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ന്യൂ സ്റ്റേറ്റ് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നാക്കുന്നത് കേട്ടോ. എൻ്റെ ചേട്ടനുണ്ട് കണ്ണൈ ഹാഷ്ടാഗ് ഇട്ടാക്കുന്നത്. ഞാനിവിടെ ഹാർക്കോഡ് ഹാഷ്ടാഗ് എന്നാണ് കേട്ടോ ഇട്ടാക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു RDM എരീന നമ്മൾ ചുമ്മാ ഒന്ന് കളിക്കുകയാണ്. നെറ്റിസ് ഉണ്ടോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ലാഗ് അടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വന്നിറങ്ങി എനിക്ക് എന്നാ സംഭവം എനിക്കൊന്നും എന്തായാലും ഞാൻ ബാൻഡേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നെ വേഗം സോണൊക്കെ കയറി നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഭയങ്കര ലാഗ് കണ്ടാൽ തന്നെ മനസ്സിലായി. ന്യൂ സ്റ്റേറ്റും കൂടെയാണ് ഗൈസ്. സാധാ പബ്ജിനെ പോലെയൊന്നും അല്ല. ഓക്കെ, ഒരു നല്ല ഡാമേജ് കിട്ടുന്നില്ല. നമ്മളെന്തായാലും ഈ സൈഡിലേക്ക് മാറി. എൻ്റെ ചേട്ടൻ അവിടെ പടമായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നെ ചെയ്ത് നോക്കണം. ഒരു എനിക്ക് റഷ് അടിക്കുന്നത് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ പോയി നോക്കി. അപ്പോൾ ആയിട്ടും ഇറങ്ങി അടിക്കാൻ നോക്കിയതാ. ആയിട്ട് നീട്ടി പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചുമ്മാ ഒന്ന് ഇറങ്ങി ചാടി ചത്തുപോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് റൗണ്ട് ആണ്. ഫസ്റ്റ് റൗണ്ട് പോയാൽ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് റൗണ്ട് ഈ കളി തോറ്റു. അടുത്ത റൗണ്ട് നോക്കാം. ലാഗൊക്കെ കുറേ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായി കളിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും നിങ്ങളെ കളിച്ചു നോക്കാം. അപ്പോൾ റൗണ്ട് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ഈ ലെഫ്റ്റിൽ കയറുന്നില്ല, റൈറ്റിലാണ് ഇപ്പം നിൽക്കണേ. ഓക്കെ, അതിന് അത്യാവശ്യം നല്ല ഡാമേജ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ ഇങ്ങോട്ട് കവർ പിടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഏട്ടനൊരാളി പഠിച്ചിട്ടു. അതിൻ്റെ അസിസ്റ്റാണോന്ന് എനിക്കറിയാൻ മേല. ഞാനിവിടെ സ്കോപ്പൊക്കെ ഇടുമ്പോൾ ഒരു ഫ്രീ ഫയറിൽ റൈഡനെ പോലെ ഇട്ടാക്കണ ഒരു പ്ലെയർ കൂടുന്ന പോലെ കണ്ടു. നോക്കുമ്പോൾ അത് പ്ലെയർ തന്നെയാണ്. ഇവിടെ എനിക്ക് ഞാൻ കൊടുത്തു. എനിക്കാണെങ്കിൽ പിന്നെ റീകോയിൽ കൺട്രോളൊക്കെ കുറവാണ്. ഒരു വിധത്തിൽ ഞാൻ ഹെഡ് ഷോട്ട് ഇട്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പയ്യൊരു നേടങ്ങ് പൊട്ടിയാണ്. കാരണം കില്ല് ഫിനിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് അതേ ഒരു മാർഗമുള്ളൂ. ഞാൻ ചത്തുപോയിട്ടുണ്ട് കേസ്. അത് ചെറിയൊരു സൂക്കേടായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും കളി ജയിച്ച് പൊങ്ങിയിട്ടുണ്ട്. അത് ടൈം ബുക്ക് ചെയ്ത് പറപ്പിക്കാൻ നോക്കിയ സൂക്കേടിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതൊന്നും ഒരു സീനില്ല. സെക്കൻഡ് റൗണ്ട് നമ്മൾ നോക്കി. തേർഡ് റൗണ്ടിലേക്കാണ് നമ്മൾ പോണേ. കാരണം റൈറ്റിൽ എനിമീസിനെ അടിക്കാൻ സുഖമാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു തന്നെ നടിയുന്നുണ്ടോ. ഞാൻ ഈ സൈഡ് 3x സ്കോപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങ് പൊളിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേനും ഒരു നെയ്ഡൊക്കെ എറിഞ്ഞ് ഞാൻ നോക്കായി. ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനെ അടിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് അവനെ വലിയ പേടിയൊന്നുമില്ല. എന്നാലും അവനെ പേടിക്കണം. അവൻ എപ്പോഴാണ് അക്രമത്തിനാവണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഞാൻ വേറെ തന്നെ നോക്കടിച്ചിട്ടു. അപ്പോഴത്തേന് ഞാൻ നേരത്തെ അടിച്ചിട്ടു. എൻ്റെ ഒരു മുട്ട പോലെ പൊങ്ങിയിരിപ്പുണ്ട്. ഓക്കെ, 2 ഇല്ല. അപ്പോൾ എൻ്റെ ചേട്ടനാണ് മുമ്പിൽ നോക്കാണ്ട് ഞാൻ നൈസായിട്ടൊരു സ്മോക്ക് പൊട്ടിക്കുകയാണ് അങ്ങോട്ട്. എന്നിട്ട് റഷ് അങ്ങോട്ട് ഇതിലും ഞാൻ നല്ല ലാഗാണ് ഗൈസ്. ഒരു രക്ഷയില്ല ലാഗിന്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് വിത്തിലടിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോയി. ഇത് തോന്നുന്നു എനിക്ക് കളിക്കാനൊന്നും അറിയില്ല, ഞാൻ നൂബാണെന്നൊക്കെ. നിങ്ങൾക്ക് തോന്നാത്തതുകൊണ്ടാണ്. ഭയങ്കര ലാഗാണ്. ഇപ്പോൾ സത്യം പറയാലോ, കണ്ടില്ലേ, ബഗ്ഗൊക്കെ അടിച്ചാണ് നമ്മൾ പോണത് തന്നെ. ഇപ്പോഴും ഞാൻ റൈറ്റിലേക്ക് തന്നെയാണ് കയറുന്നത്. അപ്പോൾ മറ്റവൻ കാണുമായിരിക്കും മിക്കവാറും. അവൻ എന്നെ ഇന്ന് അടിച്ചു. അപ്പോൾ നൈസായിട്ട് ഞാൻ ഈ വഴി പോയി നോക്കുമ്പോൾ ഇവിടെ ഒരു തലയിട്ടിരിക്കുന്നു.
പിന്നെ അവനടിക്കാന്ന് വിചാരിച്ച് ഞാൻ നെയ്ഡൊക്കെ കുക്ക് ചെയ്യാൻ നേരത്ത് ആ റൈതം വീണ്ടും ഓടുന്നു ഗൈസ്. ഫ്രീ ഫയറിലെ റൈതൻ. ഫ്രീ ഫയർ കൊടുത്ത് കിട്ടണമെന്നാകണേ. ഓ അടുത്ത് നോക്ക്. 4 കില്ല് ഗൈസ്. 2 കില്ല് ഈ റൗണ്ടിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് നെയ്ഡ് എറിഞ്ഞും പിന്നെ ഒന്ന് സൈഡിൽ സ്കോപ്പ് ഇട്ടു. അപ്പോൾ നമ്മൾ റൈറ്റ് വിങ്ങിൽ കയറുന്നതിൻ്റെ ബലം അറിയാലോ. ഇപ്പോൾ ലെഫ്റ്റിൽ കയറുവാണെങ്കിൽ ഇവിടുന്ന് എനിമി കൂട്ടം കൂടി വരും. എനിമീനെ അടിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ തന്നെ മാച്ച് പോയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. അതല്ലേ നെയ്ഡ് എറിയാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ പാതി കളി നിങ്ങൾ ജയിച്ചു പോകണം. നമ്മൾ ഇപ്പോഴേ പറഞ്ഞേക്കുവാണ്. അവനടിച്ചിട്ടു ഇല്ലേ ഇല്ല. എൻ്റെ ചേട്ടനവിടെ പോയി ചത്തിട്ടുണ്ട്. ഓക്കെ ഇനി ബാക്കി നമുക്ക് കളി കാണാം. ഓ മൈ ഗോഡ്. ഇപ്പോൾ DBS ഒക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട് ആൾക്കാരെ. ആൻഡ് ഹീലറൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.